രൂപ കൊണ്ട് മെറ്റ ആഡ്സ് റൺ ചെയ്താൽ റിസൾട്ട് കിട്ടുമോ? ഈ ചോദ്യം എനിക്ക് എല്ലാ ബാച്ചിലും കിട്ടാറുണ്ട്. സത്യത്തിൽ ഈ ചോദ്യത്തിന് കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല എന്നൊരു ആൻസർ ഇല്ല. കാരണം ചെറിയ ബഡ്ജറ്റ് കൊണ്ട് ക്യാമ്പയിൻസ് വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ബഡ്ജറ്റ് അല്ല, ആ ബഡ്ജറ്റ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നതാണ്. ഞാൻ പേഴ്സണലി ഓഡിറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സിൽ ഒരു 500 ബഡ്ജറ്റിൽ നല്ല എൻക്വയറീസ് വന്ന ക്യാമ്പയിൻസും ഉണ്ട്, വരാത്ത ക്യാമ്പയിൻസും ഉണ്ട്. അതേപോലെ തന്നെ 5000 രൂപ സ്പെൻഡ് ചെയ്തിട്ടും റിസൾട്ട് ഇല്ലാത്ത ക്യാമ്പയിൻസും ഉണ്ട്. അപ്പോൾ ഡിഫറൻസ് എവിടെയാണ്? ഇന്ന് ആഡ്സ് മാനേജറിൽ എന്തൊക്കെ ബട്ടൺസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്നല്ല നമ്മൾ നോക്കുന്നത്. ഒരു ചെറിയ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മെറ്റ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, ഒരു മാർക്കറ്റർ എങ്ങനെ തിങ്ക് ചെയ്യണം, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. മെറ്റ ആഡ്സ് ഒരു മാജിക് മെഷീൻ അല്ല. ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്താൽ ലീഡ് വരുന്ന ഒരു സിസ്റ്റം അല്ല. മെറ്റ ചെയ്യുന്നത് ഒരു കാര്യം മാത്രമാണ്, നിങ്ങളുടെ ആഡ് കാണാൻ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തുക. പക്ഷെ ആരെയാണ് ആദ്യം കാണിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് മെറ്റയ്ക്ക് സിഗ്നൽസ് വേണം. ആ സിഗ്നൽസ് കൊടുക്കുന്നത് നമ്മളാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു പുതിയ സ്കിൻ കെയർ ബ്രാൻഡ് ലോഞ്ച് ചെയ്തെന്ന് കരുതാം. ഇൻസ്റ്റഗ്രാം പേജിൽ കുറച്ച് പോസ്റ്റേഴ്സ് മാത്രമാണ് അവർ ഇട്ടിട്ടുള്ളൂ, ഫോളോവേഴ്സ് കുറവാണ്, റിവ്യൂസ് ഒന്നുമില്ല. അങ്ങനെ ഒരു ബ്രാൻഡ് ആദ്യ ദിവസം തന്നെ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ റൺ ചെയ്യും. ഇവിടെയാണ് ഞാൻ സ്റ്റുഡൻസിനോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ ആദ്യമായിട്ട് ആ ബ്രാൻഡ് കാണുകയാണെന്ന് വിചാരിച്ചു, അപ്പോൾ എന്തിനാണ് നിങ്ങളുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ബ്രാൻഡിനെ അറിയില്ല, വിശ്വാസമില്ല, എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് ലീഡ് ജനറേഷൻ വർക്ക് ചെയ്യില്ല എന്നല്ല പറയുന്നത്, പക്ഷെ എക്സ്പെക്റ്റഡ് ക്വാളിറ്റി കിട്ടാനായിട്ട് സാധ്യത ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ടാണ് മാർക്കറ്റിംഗിൽ നമ്മൾ ഫണലിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഒരു പുതിയ ബ്രാൻഡ് ആണെങ്കിൽ ആദ്യം ആളുകൾ നിങ്ങളെ അറിയണം, പിന്നെ കണ്ടന്റ് കാണണം, നിങ്ങളുടെ എക്സ്പെർട്ടൈസ് മനസ്സിലാക്കണം, റിവ്യൂസ് കാണണം, ട്രസ്റ്റ് ബിൽഡ് ആക്കണം. അതിനുശേഷമാണ് എൻക്വയറി വരുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ടപ്പുകൾക്കും പുതിയ ബിസിനസ്സുകൾക്കും ഞാൻ സാധാരണയായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ആദ്യം അവയർനെസ് കണ്ടന്റ് റൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എൻഗേജ്മെന്റ് ബിൽഡ് ചെയ്തെടുക്കുക, വെബ്സൈറ്റ് വിസിറ്റേഴ്സിനെയും വീഡിയോ വ്യൂസിനെയും കൂട്ടാനായിട്ട് നോക്കുക. അതിനുശേഷം റീടാർഗറ്റിംഗ് ഉപയോഗിച്ചിട്ട് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ റൺ ചെയ്യാം. അപ്പോൾ കൺവേർഷൻ ക്വാളിറ്റി തന്നെ മാറി കിട്ടുകയും ചെയ്യും. ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കസ്റ്റമർ ജേർണി ക്രിയേറ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രം ചിന്തിച്ചു നോക്കാം. എനിക്ക് എന്ത് വേണം എന്നല്ല, കസ്റ്റമേഴ്സ് ഇന്ന് ഏത് സ്റ്റേജിലാണ് എന്നതാണ് ചിന്തിക്കേണ്ടത്. ഒരു ബ്രാൻഡ് ആദ്യമായിട്ട് കാണുന്ന ആളോട് നേരെ പോയിട്ട് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക ഇതൊക്കെ പറയുന്നതിന് മുമ്പ് അയാൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ ഒരു കാരണം കൊടുക്കണം. അതാണ് കണ്ടന്റിന്റെ ജോലി. ആഡ്സ് ആ കണ്ടന്റ് കൂടുതൽ ആളുകളിലോട്ടേക്ക് എത്തിക്കാനായിട്ട് നോക്കണം. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ട് നോക്കാം. മെറ്റ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും, ഗൂഗിള് ഡിമാൻഡ് ക്യാപ്ചർ ചെയ്യും. കേൾക്കാൻ നല്ലതാണ്, പക്ഷെ എല്ലാ ബിസിനസ്സിനും ഇത് അപ്ലൈ ചെയ്യില്ല കേട്ടോ. ഒരു ഓർത്തോപീഡിക് ക്ലിനിക്കിന്റെ കേസ് നമുക്കൊന്ന് എടുത്തു നോക്കാം. നീ പെയിൻ ഉള്ള ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് ഡോക്ടർ അന്വേഷിക്കില്ല, അയാള് നേരെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാറാണ് പതിവ്, അല്ലെ? അവിടെ ഗൂഗിൾ ആഡ്സ് ആണ് കൂടുതലായിട്ട് എഫക്റ്റീവ് ആയിരിക്കുന്നത്. പക്ഷേ നീ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ട സാഹചര്യം വരാൻ സാധ്യതയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഡോക്ടേഴ്സിന്റെ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാനും പേഷ്യന്റ് സ്റ്റോറീസ് കാണിക്കാനും മെറ്റ വളരെ നല്ല പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് പ്ലാറ്റ്ഫോം ആദ്യം തിരഞ്ഞെടുക്കരുത്, കസ്റ്റമേഴ്സിന്റെ ഇന്റന്റ് ആണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓഡിയൻസിന്റെ കാര്യത്തിലും ഇതേ ലോജിക്കാണ് അവിടെ എഫക്റ്റ് ആകുന്നത്. മുമ്പ് ഇൻട്രസ്റ്റ് ടാർഗറ്റിംഗിൽ ഒരുപാട് ട്രിക്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നത്തെ മെറ്റ AI ക്രിയേറ്റീവ്സ്, എൻഗേജ്മെന്റ് സിഗ്നൽസ്, കൺവേർഷൻ ഹിസ്റ്ററി ഇതൊക്കെയാണ് കൂടുതലായിട്ട് അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹിഡൻ ടാർഗറ്റിംഗ് ഹാക്ക് അന്വേഷിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ കസ്റ്റമർ ആരാണ്, എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് അവർ വന്നിരിക്കുന്നത്, അതിലാണ് നമ്മൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ ചെറിയ ബഡ്ജറ്റിൽ ഏറ്റവും വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നത് ഓഡിയൻസ് പോലും അല്ല, ക്രിയേറ്റീവ് ആണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ നമ്മൾ ക്യാപ്ഷൻ വായിച്ചിട്ടല്ല ഒരു റീല് കാണുന്നത്. ആദ്യത്തെ 3 സെക്കൻഡ്സിൽ എന്തെങ്കിലും അറ്റൻഷൻ പിടിച്ചാൽ മാത്രമാണ് നിർത്തി കാണുകയുള്ളൂ, അല്ലെ? നമ്മളെല്ലാവരും മെറ്റയും അത് തന്നെയാണ് നോക്കുന്നത്. ആളുകൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടോ, വാച്ച് ചെയ്യുന്നുണ്ടോ, ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇന്ന് പോളിഷ്ഡ് പോസ്റ്ററിനെക്കാളും ഒത്തന്റിക് ആയിട്ടുള്ള വീഡിയോസ്, ടെസ്റ്റിമോണിയൽസ്, UGC കണ്ടന്റ് ഇതൊക്കെ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ രണ്ടിൽ ഏതാണ് നിങ്ങൾ കാണാമെന്ന് നോക്ക്. സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു പോസ്റ്റർ അതോ ഒരു റിയൽ ആയിട്ടുള്ള കസ്റ്റമർ എക്സ്പീരിയൻസോ? മിക്ക ആളുകളും രണ്ടാമത്തേതാണ് കൂടുതലായിട്ട് തിരഞ്ഞെടുക്കുക. കാരണം മാർക്കറ്റിംഗിൽ ആളുകൾ പ്രോഡക്റ്റ് വാങ്ങുന്നില്ല, വിശ്വാസമാണ് വാങ്ങുന്നത്. ഇനി അവസാനമായിട്ടൊരു കാര്യം, ബിഗിനേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ അത് ഓഫ് ചെയ്യാനായിട്ട് നോക്കും. മെറ്റയ്ക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പോലും നമ്മൾ സമയം കൊടുക്കില്ല. അതുപോലെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ലീഡ് മാത്രം നോക്കരുത്, അതിന്റെ കൂടെ തന്നെ CTR എങ്ങനെയുണ്ട്, ലാൻഡിംഗ് പേജ് വ്യൂസ്
യൂസ് ഉണ്ടോ, ക്രിയേറ്റീവ്സിൽ ആളുകൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. കാരണം നല്ല മാർക്കറ്റേഴ്സ് സെറ്റിങ്സ് കോപ്പി അല്ല ചെയ്യുന്നത്, തിങ്കിങ് ആണ് അവർ കോപ്പി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് 3 കാര്യങ്ങളും നമ്മൾ ഓർത്തെടുക്കുക. ബഡ്ജറ്റ് ചെറുതാണെങ്കിൽ ആദ്യം സ്ട്രാറ്റജി ക്ലിയർ ആക്കുക, ബ്രാൻഡ് പുതിയതാണെങ്കിൽ ആദ്യം ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, പ്ലാറ്റ്ഫോമിനേക്കാളും കസ്റ്റമർ ഇൻറ്റന്റ് മനസ്സിലാക്കാനായിട്ട് നോക്കുക. ഈ 3 കാര്യങ്ങൾ ശരിയാണെങ്കിൽ 500 ബഡ്ജറ്റ് ആയാലും ക്യാമ്പയിന് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.